ചെട്ടിനാട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മിസ്സാക്കരുതാത്ത മെയിൻ രണ്ട് സംഭവമാണ് ഇവിടുത്തെ മാനിസണിലെ സ്റ്റേയും അതുപോലെ ചെട്ടിനാട് ലഞ്ചും. ഈ ലഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവർ ലഞ്ച് സെർവ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡൈനിങ് ഏരിയയിലാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനകത്ത് ഐറ്റംസിൻ്റെ ഒന്നും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. 2 സെഷൻ എന്തോ മറ്റോ ആയിട്ടാണ് ഇവർ ഈ ഐറ്റംസ് സെർവ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മട്ടൻ ബിരിയാണിയാണ്. അങ്ങനെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെഷനിലാണ് നമ്മുടെ സ്റ്റീംഡ് റൈസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെ വരുന്നത്. ഈ ആസ്വദിച്ച് കഴിക്കുന്ന ഐറ്റത്തിൻ്റെ പേര് കൂടി എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത്രയും ഐറ്റംസ് ട്രൈ ചെയ്തപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ ഫീലിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഒരു അടിപൊളി അവൽ പായസം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ സൂപ്പറായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. എന്നാൽ എണീറ്റ് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു ചായയൊക്കെ കുടിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചേക്കാമെന്ന് കരുതിയപ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു അതിഥി കിടന്നു വരുന്നത്. സത്യം പറയാലോ, ആദ്യം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയെങ്കിലും കുറച്ചൊന്ന് പേടിച്ചു. പിന്നീട് അതുകൊണ്ട് തന്നെ റൂമിൽ കയറി കഥ കടച്ചു. തിരിച്ചിറങ്ങി വന്നപ്പം ഞാൻ ഒഴിച്ചു വെച്ച ചായ ഒരു തുള്ളി പോലും കളയാതെ ആശാൻ കുടിച്ചിട്ടാണ് പോയത്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അന്നയും കോരയും സ്വിമ്മിംഗ് പൂളിൽ അവരുടെ ഡേ എൻജോയ് ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും എൻ്റെ ടെൻഷൻ മുഴുവനും ആ അതിഥി തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അപ്പോഴാണ് അവിടെ ഹെൽപ്പിന് നിന്ന ചേട്ടൻ പറയുന്നത് ആശാൻ ചായ മാത്രമല്ല ഫ്രിഡ്ജിലിരിക്കുന്ന കോക്കും സ്പ്രൈറ്റും എല്ലാം തന്നെ എടുത്ത് കുടിക്കും എന്നുള്ളത്. അങ്ങനെ ഇവർ അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെട്ടിനാട് മാനിസണിനോട് ബൈ ബൈ പറഞ്ഞു.